ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരുപാട് നാളായി വ്ളോഗൊക്കെ ഇട്ടിട്ട് കുറച്ച് ബിസി ആയിരുന്നു. എനിവേയ്സ്, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വ്ളോഗാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങളുടെ ആദ്യത്തെ ലോങ് റോഡ് ട്രിപ്പാണ്. ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലിയും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുലർച്ചയ്ക്ക് തന്നെ ഇറങ്ങി. നമ്മൾ ഒരു 4 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങി ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ വരുന്നത് കൂർഗാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഗോവ കർണാടക ബോർഡർ. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അങ്ങനെ ആക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന കുറേ വീഡിയോസിൻ്റെ അവസാനം നിങ്ങൾക്ക് ഏകദേശം എത്ര നമുക്ക് ഒരു ചിലവ് വന്നു എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് 29th ഡിസംബർ 2024 അപ്പോൾ ഇതാ ഫെബ്രുവരി ആയിന്ന് എനിക്കറിയാം. ലേറ്റായി എഡിറ്റ് ചെയ്ത് മടിയൊക്കെ പിടിച്ചുകൊണ്ടാണ് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പം കുറച്ച് ഡിലേ ആയി. എനിവേയ്സ്, എന്തായാലും ഇതെന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. നമ്മൾ പുലർച്ചയ്ക്ക് ഇറങ്ങുകൊണ്ട് തന്നെ നമുക്ക് വലിയ ട്രാഫിക്കൊന്നും ഇല്ലാതെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റി. ഈ ട്രിപ്പിൽ നമ്മൾ മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് സ്പോട്ട് വരുന്നത് യാന എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. അവിടെ 2 സ്ഥലങ്ങളാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. ഒന്ന് യാന കേവ്സും പിന്നെ വിഭൂതി വാട്ടർഫോളും. ഈ യാന പറയുന്ന ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. അതുപോലെ കർണാടകയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളത് ഒരു ഫോറസ്റ്റ് റേഞ്ചിൻ്റെ ഉള്ളിൽ കൂടിയാണ്. അപ്പോൾ മോർണിംഗ് ട്രാവൽ ചെയ്യണതാണ് ഞാൻ കുറച്ചും കൂടെ നിങ്ങളോട് പ്രിഫർ ചെയ്യുക. നമ്മളൊരു 3.5-4 മണിക്കൂർ ട്രാവൽ ചെയ്തപ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ വിഭൂതി വാട്ടർഫോളിൽ എത്തിയിട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇനി ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് ഹൈക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം നമുക്ക്. നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് വാട്ടർഫോളിലേക്ക് പോയത്. എന്തായാലും വെള്ളത്തിൽ ഇറങ്ങണമല്ലോ. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ചേഞ്ചിങ് റൂമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ചെയ്തത് പേ ചെയ്തിട്ടാണ് മാറ്റിയതൊന്നും. അപ്പോൾ ഇതൊരു ഇൻഫോർമേഷനാണ്. ഏതൊരു വാട്ടർഫോളിലും ചേഞ്ചിങ് റൂം അവിടെ തന്നെ അടുത്തുണ്ടാവുമെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ നമ്മൾ ടൈമിംഗ് ഉണ്ട്. 8 മണി മുതൽ 5 മണി വരെയാണ് ടൈമുള്ളത് വൈകുന്നേരം. അങ്ങനെ ടിക്കറ്റൊക്കെ നമ്മളെടുത്തു. കാറും കൊണ്ട് പോവുകയാണെങ്കിൽ കാറിന് മാത്രം 40 രൂപയും ഒരാൾക്ക് പെർ പേഴ്സൺ 10 രൂപയായിട്ടാണ് ടിക്കറ്റ് ചാർജസ് വരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നടക്കാനുള്ളത്. നമ്മൾ നേരത്തെ എത്തിയോണ്ടാണ് തോന്നുന്നു വലിയ തിരക്കൊന്നും നമുക്ക് കണ്ടില്ല. അതുപോലെ നിറയെ കല്ലുകളും പാറക്കഷ്ണങ്ങളും വേരുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ശ്രദ്ധിച്ചിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. ഈ കണ്ടോ, ഈ നാച്ചുറൽ സ്റ്റെയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. വേരുകളൊക്കെ ഇങ്ങനെ വന്ന് ഓരോ ലെവലിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഫോം ചെയ്തത്. അപ്പോൾ ഈ വിഭൂതിയിൽ കാണുന്ന പക്ഷികളുടെ ഒരു ലിസ്റ്റാണ് അവിടെ. അതുപോലെ എന്താ പറയുന്നത്, ആനിമൽസ് ഏതൊക്കെയാണ്, കാട്ടിൽ ഏതൊക്കെയാണ് അവിടെ ആ ഏരിയയിലുള്ളത്. കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം വളരെ കുറവായിരുന്നു. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വെയിലുള്ള പോലെ ആയിരിക്കും തോന്നുക. പക്ഷെ അവിടെ ശരിക്കും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ കുറവാണ് ലൈറ്റ്. സാധാരണ മഴക്കാലത്താണ് വെള്ളച്ചാട്ടം കാണാൻ അടിപൊളി. പക്ഷേ ആ സമയത്ത് നല്ല അടിയൊഴുക്കുണ്ടാവും. നമുക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഈ ഒരു ടൈം ഉണ്ടല്ലോ, ഈ ഡിസംബർ ജാനുവരി ഈ ഒരു ടൈമിലാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. അങ്ങനെ നമ്മളൊരു 10-20 മിനിറ്റ് ഹൈക്ക് ചെയ്തിട്ട് വാട്ടർഫോളിലെത്തി. നല്ല തണുപ്പുള്ള വെള്ളം, ഒരു രക്ഷയില്ല. ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിൽ ഒരാഗ്രഹം എനിക്കിപ്പോഴും ഉള്ളത് നീന്താൻ പഠിക്കണമെന്ന്. എനിക്ക് നീന്താൻ അറിയില്ല, ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വെള്ളത്തിനോടൊരു ചെറിയ പേടിയുണ്ട്, വെള്ളത്തിൽ ഇറങ്ങുമ്പോഴും ഒരു പേടിയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാനിങ്ങനെ പിടിച്ചിട്ടാണ് നിന്നിരുന്നത്. എവിടെന്നെങ്കിലും സ്ലിപ്പായി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മുങ്ങിപ്പോവും. നല്ല താഴ്ച ഉണ്ടായിരുന്നു, കാരണം കല്ലിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഏട്ടൻ എന്നെക്കാളും നല്ല ഹൈറ്റ് ഉണ്ട്. ബട്ട് വർത്ത് ദ ഹൈക്ക് എന്നൊക്കെ പറയില്ലേ, അടിപൊളിയായിരുന്നു. ചെറിയ മീനുകൾ, നിറയെ മീനുകളുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കാലിലൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ കടിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഫ്രീ പെഡിക്യൂർ കിട്ടി.
മോൾക്ക് വെള്ളത്തിൽ ഇറങ്ങണ്ട പറഞ്ഞ കരയാണ് അവൾ. ഈ കുട്ടികളെയും കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ സമ്മതിച്ചു കേട്ടോ. കാരണം അവരുടെ ഈ ടാൻഡ്രംസൊക്കെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളതിലാണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലായി. എനിവേസ് ഹാറ്റ്സ് ഓഫ് ടു ദോസ് പീപ്പിൾ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് നമ്മളത് ആദ്യം കഴിച്ചു. കാരണം ഈ ട്രക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായിരുന്നു. നമ്മളപ്പോൾ വിഭൂതി വാട്ടർഫോൾസിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി നമ്മൾ പോകാൻ പോകുന്നത് യാന കേവ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ വന്നുകൊണ്ട് ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്ക്. നമ്മളെ തിരിച്ചിറങ്ങി വരുമ്പോഴേക്കും ഇവിടെ ഫുൾ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിട്ടുണ്ട്. നമ്മൾ കേവ്സിലേക്ക് പോകുന്ന വഴി കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് ചെറുതാവും. അതായത് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ റോഡ് കുറച്ചും കൂടെ നാരോ ആണ്. മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ വീതിയുള്ള റോഡുകളല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പോയിന്റിൽ ഈ വലിയ വണ്ടികളിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ട്രാവലർ അതുപോലെ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് വരുന്ന ടൂറിസ്റ്റുകളുടെ വണ്ടി അവിടെ നിർത്തിയിട്ട് പിന്നെ അവരെ വേറൊരു വണ്ടിയിൽ കയറ്റിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ സൺഡേ ആയതുകൊണ്ടും നല്ല തിരക്ക് തന്നെയായിരുന്നു. ഇവിടെയും എൻട്രി ഫീസും ഉണ്ട്. നമ്മൾ യാന കേവിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻട്രൻസിൽ തന്നെ അവർ ടിക്കറ്റ് എടുക്കും കേട്ടോ. നമ്മൾ അവിടെ നേരത്തെ എടുത്ത പോലെ തന്നെയാണ്. പെർ പേഴ്സൺ 10 രൂപയാണ്. നമ്മൾ കാറ് കൊണ്ടുവരികയാണെങ്കിൽ അതിന് കാറിൻ്റെ ചാർജ് 40 രൂപയാണ്. ഓക്കെ, ബാക്കി നമുക്ക് നടന്ന് കാണാം. നല്ല ഇറക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും സൂക്ഷിച്ചിറക്കും. See this? എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ഭാഗം കാണാം. കണ്ടോ കേവിൻ്റെ. ഇനിയുണ്ട് കേട്ടോ നടക്കാനായിട്ട്. വാ. നല്ല കുത്തനെയുള്ള ഇറക്കവും കയറ്റമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഷൂട്ട് നടക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ. എത്തി നമ്മൾ. ദിസ് ഈസ് ഇറ്റ്. ജസ്റ്റ് സീ. ഇവിടെ വലിയ 2 പാറകളാണ് കേട്ടോ ഉള്ളത്. ഒന്ന് ഭൈരവേശ്വര ശിഖര എന്നും പിന്നെ മറ്റൊന്ന് മോഹിനി ശിഖര എന്നുമാണ് അറിയപ്പെടുന്നത്. നമ്മൾ കേവിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ചെരുപ്പ് അഴിച്ചിട്ടിട്ട് കയറണം. അപ്പോൾ അങ്ങനെ ചെരുപ്പ് വെക്കാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. അപ്പോൾ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുക. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അത് കൂടെയാണ് മുകളിലേക്ക് കയറേണ്ടത്. അപ്പോൾ ഇവിടെ കൈയും കാലും കഴുകാനായിട്ടൊരു ഇതുണ്ട്. അപ്പൊ അമ്പലത്തിന്റെ ഉള്ളിൽ കൂടെ ഒരു വഴിയുണ്ട് സൈഡിലേക്ക്. അപ്പൊ അതിൽ കൂടെയാണ് നമ്മൾ മുകളിലേക്ക് കയറാം. ഇവിടെയും ഫീസ് കൗണ്ടർ ഉണ്ട് എന്ന് തോന്നുന്നു. നോക്കിയിട്ട് വരാം. കേവിലേക്ക് കയറാനായിട്ട് ഒരാൾക്ക് 10 രൂപ വെച്ചിട്ട് ബോർഡുണ്ട് അവിടെ. അപ്പോൾ കുറേ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ അകത്തേക്ക് കയറാൻ പോവാണ്. ഇവിടെ ഉള്ളത് ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾക്ക് ഈ വഴി. കയറുന്ന എൻട്രൻസിന് തന്നെ ഇങ്ങനെ ഒരു വലിയൊരു നോട്ടീസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ തേനീച്ചക്കൂടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശബ്ദമൊന്നും ഉണ്ടാക്കി അവരെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. അങ്ങനെ നമ്മൾ കേവിൻ്റെ ഉള്ളിലെത്തി. എനിക്കിത് ഈ കേവ് കാണുമ്പോൾ മറ്റേ മഞ്ഞുമൽ വോയിസ് മൂവിയാണ് ഓർമ്മ വരുന്നത്. പുറത്ത് നല്ല ചൂടാണ്. ഇപ്പോൾ ഏകദേശം 1 മണി. പക്ഷെ അകത്ത് നല്ല തണുപ്പാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ ചെരുപ്പ് അഴിച്ച് വെച്ചിട്ടാണല്ലോ കയറിയത്. അപ്പോൾ കേവിൻ്റെ ഉള്ളിൽ നല്ല പാറക്കഷ്ണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നുണ്ടായിരുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അകത്ത് നല്ല തണുപ്പും പുറത്ത് നല്ല ചൂടുമായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ പാറയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നത് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ പറ്റാവുന്ന അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ തിരക്കുണ്ടായതുകൊണ്ട് തന്നെ ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം, എവിടെയെങ്കിലും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്, ആൾക്കാരിങ്ങനെ ക്രോസ് ചെയ്യുമ്പോഴേ. കഷ്ടിച്ച് ഒരാൾക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ അതിൽ. കണ്ടോ, അതിന്റെ മുകളിൽ കണ്ടോ 2 പാറകളുടെ ഇടയിലാണ്. ഓരോരോ പീസുകളായിട്ടാണ് പാറ കഷ്ണങ്ങൾ. ഇതാണ് കേട്ടോ ആ ഒരു ഗ്യാപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ഒരാൾക്ക് മാത്രം വരാൻ പറ്റുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പ്. ആ ബോർഡിൽ എഴുതി വെച്ച പോലെ നിറച്ച് തേനീച്ചക്കൂടുകളായിരുന്നു അവിടെ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ 2 കേസിനും അതിൻ്റേതായിട്ടുള്ള പേരുണ്ട്, ഭൈരവേശ്വര എന്നും പിന്നെ മോഹിനിന്നും. അങ്ങനെ പേര് വരാനായിട്ട് ഒരു കാരണമുണ്ട് കേട്ടോ. അതിൻ്റെ ബിഹൈൻഡിലൊരു സ്റ്റോറി ഉണ്ട്. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാലൊക്കെ കാണാൻ പറ്റും കേട്ടോ. ബട്ട് എന്നാലും ഒരു ബ്രീഫായിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം. ശിവൻ ഭസ്മാസുരന് ഒരു വരം കൊടുത്തിരുന്നു. ആ വരം ശിവൻ്റെ മുകളിൽ തന്നെ ചെയ്യാൻ പോയപ്പോൾ ശിവൻ വിഷ്ണു ഭഗവാനോട് പോയി ഹെൽപ്പ് ചോദിച്ചു. അപ്പോൾ വിഷ്ണു ഭഗവാൻ മോഹിനിയുടെ രൂപത്തിൽ വന്നിട്ട് ഈ ഭസ്മാസുരനെ കൊല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ആഷ് ഫോം ചെയ്തതാണ് ഈ 2 റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ മണ്ണും ഭയങ്കര ബ്ലാക്ക് കളറാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, പിള്ളേരുടെ ടാൻഡ്രംസ് അതാണ് അവൾ കാണിക്കുന്നത്. അവൾ പിണങ്ങി നിൽക്കുകയാണ്. എന്തിനാ പിണങ്ങിയെന്ന് ഞങ്ങൾക്കറിയില്ല. അവിടെ പോയി നിൽക്കണം. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് അവളെ. അപ്പോൾ അവളുടെ അച്ഛൻ വന്ന് വിളിക്കുന്നുണ്ട്, വാ വാ പോവാ പറഞ്ഞിട്ട്. അവൾ അവിടെ നിന്ന് അനങ്ങുന്നേ ഇല്ല. ഒരാളോടും അനങ്ങാതെ അവൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പിന്നിലേക്ക് വന്നു. പിന്നെ കുറേ ആൾക്കാർ വന്നു. അവളിങ്ങനെ ഫോട്ടോ എടുക്കുന്നു. അവളുടെ കൂടെ ശരിക്കും ഒരു ചെറിയൊരു ക്രൗഡ് വരെ ഫോം ചെയ്തു. ഞങ്ങളിവിടെ ദൂരത്ത് മാറി നിൽക്കുന്നുണ്ട്. അവൾക്ക് അതൊന്നും ഒരു വിഷയമില്ല. നല്ല പിണക്കായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് അവളെ വിളിച്ചപ്പോൾ അവള് വന്നോട്ടാ. ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു അരുവിയുള്ള സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ സമാധാനമായിട്ട് ലഞ്ചൊക്കെ കഴിച്ച് നമ്മുടെ പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് ആ അരുവിയിൽ നിന്ന് തന്നെ കഴുകി കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ജേർണി നമ്മൾ കണ്ടിന്യൂ ചെയ്തു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് മൂകാംബികയാണ്. മൂകാംബിക അമ്പലത്തിലാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഒരു 8 മണി കഴിഞ്ഞു കേട്ടോ. അല്ലേ 8 മണി ആയപ്പോഴാണ് നമ്മൾ മൂകാംബിക എത്തിയത്. മൂകാംബിക എത്തി നമ്മൾ അവിടെ ഒരു റൂം എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോയി. ഇപ്പോൾ അമ്പലത്തിൽ 9 മണി വരെ ഉള്ളൂ തുറന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് അടയ്ക്കും. അപ്പോൾ നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇനി തൊഴാൻ പറ്റൂല്ലയോ എന്ന്. കാരണം നമ്മൾ 8:45 ഇത് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഭാഗ്യത്തിന് നമുക്ക് തൊഴാൻ പറ്റി. എന്നിട്ട് അവിടെ നിന്ന് അന്നദാനം കഴിച്ച് നമ്മൾ ഇറങ്ങി. അപ്പം ഇതിൻ്റെ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ 2 പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ കളിക്കുക. അപ്പോൾ അവളെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ഇനി അടുത്ത വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.